CBSE പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ടർ ആൻഡ് ഇന്നർ റേഡിയൈ ഓഫ് എ ഹോളോ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് ലെങ്ത് 14 centimeter is 1 centimeter if the volume of the metal used in making the cylinder is 176 centimeter cube. Find the outer and inner radii of the cylinder. സോ ഒരു ഹോളോ റൈറ്റ് സർക്കുലർ സിലിണ്ടറാണ് തന്നിട്ടുള്ളത്. ഇതാണ് ഹോളോ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഇവിടെ എന്തുണ്ടാവും നമുക്കറിയാം, ഇതിൽ ഉള്ളിൽ ഇൻസൈഡിലൊരു ഹോൾ ഉണ്ടാവും. അതായത് ഒരു സിലിണ്ടർ കാവ് ചെയ്ത് പുറത്തോട്ട് എടുത്തേക്കാണ്. ഇതാണ് ആ ഫിഗർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജസ്റ്റ് നമുക്കറിയാം ഇത്ര ഏരിയാസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, മെറ്റലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇതിൻ്റെ ബേസ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിവിടെ വരച്ച് നോക്കാം. ബേസ് ഏരിയ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ഇതായിരിക്കും, ഇതിൽ 2 സർക്കിളാണ്. അപ്പോൾ ഇതാണ് ബേസ് ഏരിയ വരിക. ഇതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ, ഇങ്ങനെയായിരിക്കും ബേസ് ഏരിയ വരിക. ബേസ് ഏരിയ നോക്കുന്ന സമയത്ത് നോക്കാം, ഇതാണ് എന്ത്, ഇതിൽ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ്. ഇതിനെ നമുക്ക് ക്യാപിറ്റൽ R എന്ന് എടുക്കാം. ഇനി ഇവിടെ നോക്കുക, ഇവിടുന്ന് ഇത്രയാണ് സ്മോളർ റേഡിയസ്. ഇത് സ്മോൾ r എടുക്കാം, സ്മോൾ ലെറ്റർ ഓർ എടുക്കാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ അറിയാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ റേഡിയ ഈസ് 1 centimeter. സോ ഔട്ടർ ആൻഡ് ഇന്നർ റേഡിയ മീൻസ് R മൈനസ് R ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. ഇതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ്, ദ വോളിയം ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ഇൻ മേക്കിംഗ് ദ സിലിണ്ടർ ഈസ് 176 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ശ്രദ്ധിക്കണേ, വോളിയം ഈക്വൽ ടു 176 ആണ്. വോളിയം എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഈ ഏരിയയാണ്. സോ ഈ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ഈ കംപ്ലീറ്റ് സിലിണ്ടർ എടുക്കുക, അതിൽ നിന്ന് ഈ ചെറിയ സിലിണ്ടർ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെയാണ് ഈ വോളിയം കംപ്ലീറ്റ് സിലിണ്ടർ എടുക്കുമ്പോൾ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, പൈ r²h ക്യാപിറ്റൽ R വരിക മൈനസ് പൈ സ്മോൾ r²h. ഇതാണ് 176. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൈയും എച്ചും കോമൺ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്താ കിട്ടുക, പൈ r² മൈനസ് r² h ഈക്വൽ ടു 176. ഇവിടെ നോക്കാം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 14 ആണ്. ഈ ലെങ്ത് ആണെന്ത്, ഹൈറ്റ് വരിക. അപ്പോൾ പൈ ഇൻറ്റു r² മൈനസ് r² ഇൻറ്റു 14 ഈക്വൽ ടു 176. അപ്പോൾ അതിൻ്റെ വാല്യൂ കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 22/7 ഇൻറ്റു r² മൈനസ് r² ഇൻറ്റു 14 ഈക്വൽ ടു 176. സോ r² മൈനസ് r² മാത്രം ഇവിടെ വെച്ച് ബാക്കിയൊക്കെ ട്രാൻസ്പോസ് ചെയ്യാം. 176 ഇൻറ്റു 7/22 ഇൻറ്റു 14 എന്ന് വരും. എല്ലാം നമ്മൾ ട്രാൻസ്പോസ് ചെയ്തു. കട്ട് ചെയ്താൽ ഇത് രണ്ടും കട്ട് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്താൽ 7ഉം 14ഉം കട്ട് ചെയ്താൽ 2. ഇനി എന്താ 11 ബേസ് ചെയ്ത് കട്ട് ചെയ്താൽ ഇവിടെ 1 6 ഇവിടെ 2. അപ്പോൾ എന്താ കിട്ടുക, 16/4 എന്ന് കിട്ടും. സോ 16/4 എന്താ, 4 ആണ്. അപ്പോൾ r² മൈനസ് r² ഈക്വൽ ടു 4. സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇവിടെ ഒരു സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഈ 2 ഇക്വേഷനും സാറ് ഒരുമിച്ച് എഴുതാൻ പോവാണ്. ഏതൊക്കെയാണ്, r മൈനസ് r ഈക്വൽ ടു 1, ദെൻ r² മൈനസ് r² ഈക്വൽ ടു 4. r² മൈനസ് r² കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ആണ്, അല്ലേ. a² മൈനസ് b² ആണ്. അപ്പോൾ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് എഴുതാം. r മൈനസ് r ഈക്വൽ ടു r മൈനസ് r ഇൻറ്റു r പ്ലസ് r.
ആർ മൈനസ് ആർ എന്താണ് 1 ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 1 ഇൻറ്റു ആർ പ്ലസ് ആർ ഈക്വൽ ടു 4, ദെൻ ആർ പ്ലസ് ആർ ഈക്വൽ ടു 4. ഇപ്പോൾ ഇവിടെ എന്തായി രണ്ട് വേറെയും ഇക്വേഷൻ ഫോം ചെയ്തു. ഇതിനെ നമുക്ക് തേർഡ് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇനി ഇതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എടുക്കാം. ആർ പ്ലസ് ആർ ഈക്വൽ ടു 4, ആർ മൈനസ് ആർ ഈക്വൽ ടു 1. ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ആഡ് ചെയ്താൽ 2r ഈക്വൽ ടു 5, r ഈക്വൽ ടു 5/2 ഈക്വൽ ടു 2.5 എന്ന് കിട്ടും. 2.5 സെൻറ്റിമീറ്റർ. ദെൻ ഇനി ഇത് സബ്ട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മൈനസ് 2 സബ്ട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 2r ഈക്വൽ ടു 3, ദെൻ r ഈക്വൽ ടു 3/2 ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റേഡിയൈ കിട്ടി. റേഡിയൈ ഏതൊക്കെയാണ് റേഡിയൈ? 2.5, 1.5 സെൻറ്റിമീറ്റർ. ഇതാണ് റേഡിയൈ ആയിട്ട് വരുന്നത്.